യാ അയ്യുഹൻ നബി അല്ലേ പ്രവാചകരെ, കുൽ അങ്ങ് പറയുക, ലിമൻ ഫി ഐദീക്കും അങ്ങ് നിങ്ങളുടെ കരങ്ങളിലുള്ളവരോട് അങ്ങ് പറയുക, ലിമൻ ഒരുത്തരോട് ഫി ഐദീക്കും നിങ്ങളുടെ കാര്യങ്ങളിലാണുള്ളത്, പിന്നെ അസ്ര നിങ്ങളുടെ പിടിയിലാണുള്ളത്, ആരാ മിനൽ അസ്ര തടവുള്ളികളെ, അവരോട് പറയുക. അഫീ ഖിറാഅത്തിൻ അൽ അസ്ര എന്നുണ്ട്, നമ്മുടെ ഖിറാഅത്ത് യാ അയ്യുഹൻ നബി കുൽ ലിമൻ ഫി ഐദീക്കും മിനൽ അസ്ര എന്നാണ്. ഇവിടെ എന്താണ്, അപ്പം അബൂ അംബറിന്റെ ഖിറാഅത്തിൽ മാത്രമാണ് ഉസാറ എന്നുള്ളത്. നമ്മുടെ ഫി ഐദീക്കും മിനൽ അസ്ര എന്നാണ്. ഉസാറ രണ്ടിൻ്റെ അർത്ഥം എന്നാണ്, തടവുള്ളികൾ എന്ന് തന്നെയാണ്, ജമാണ് രണ്ടും. ഈ അലമില്ലാഹു ഫീ ഖുലൂബിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞാൽ, ഖൈറൻ വല്ല നന്മയും, ഈമാനൻ വ ഇഖ്ലാസൻ സത്യവിശ്വാസത്തെയും നിഷ്കളങ്കതയൊക്കെ കണ്ടാൽ, ആത്മാർത്ഥതയൊക്കെ അള്ളാഹു മനസ്സിലാക്കിയാൽ, യുക്തിക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകും, ഖൈറൻ മിമ്മ ഉഹിദ മിൻകും അള്ളാഹു നിങ്ങൾക്ക് നന്മയെ പ്രദാനം ചെയ്യും, മിമ്മ ഉഹിദ മിൻകും നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ട ഒന്നിനേക്കാൾ. അപ്പം നബിയോട് പറയാൻ വേണ്ടി പറയാണല്ലോ, അങ്ങ് പറയണം, അങ്ങ് ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടുള്ള അടിമകളുണ്ടല്ലോ, ആ അടിമകളിൽ നിന്ന് ഈ ഇതാ മോചനദ്രവ്യമൊക്കെ ഈടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവരോട് പറയണം, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഈമാനോ ഇഖ്ലാസോ ഒക്കെ കുടിയിരിപ്പുണ്ടെങ്കിൽ, അള്ളാഹു അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനും അറിയുണ്ടെങ്കിൽ, അപ്പോൾ അതായത് നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും അല്ലേ മിനൽ ഫിദായിനാൽ അതായത് മോചനദ്രവ്യത്താൽ പിടിച്ചെടുക്കപ്പെട്ടു അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ട ആ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംഗതി ഉണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമമായ അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതെങ്ങനെ, അതിന് അള്ളാഹു ഇരട്ടിപ്പിക്കൽ കൊണ്ട് ലക്കും നിങ്ങൾക്ക് ഫിദ്ദുനിയ ദുനിയാവിൽ തന്നെ, വയുസീബക്കും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ട് ഫിൽ ആഖിറത്തിൽ, വയഗ്ഫിർ അള്ളാഹു നിങ്ങൾക്ക് പുറത്തും തരും ദുനൂബക്ക് നിങ്ങളുടെ പാപങ്ങൾ, അള്ളാഹു ഗഫൂർ റഹീം അള്ളാഹു ഗഫൂറും റഹീമുമാണ്. വയ്യുരീദു അവരുദ്ദേശിച്ചാൽ അയിൽ അസ്ര ഈ തടവുള്ളികൾ ഉദ്ദേശിച്ചാൽ, ഖിയാനത്ത് പിന്നെയും തടവിലിരിക്കുമ്പോഴും പിന്നെ എന്താണ് അങ്ങനെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ, ബിമ അൽഹറു മിനൽ കൗലി എന്താ കാരണം, ബിമ അൽഹറു അവർ പ്രകടിപ്പിച്ചതിനാൽ, മിനൽ കൗലിനാൽ പറച്ചിലിനാൽ, അവരെന്താണ് ഒരു വഞ്ചനയാണല്ലോ, ഞങ്ങൾ റദീന ബിൽ ഇസ്ലാം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു, ഞങ്ങളെന്താണ് ഈ ഇസ്ലാം തൃപ്തിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്താ തടവിൽ നിന്നൊക്കെ എന്താണ് രക്ഷപ്പെടാം. പിന്നെ അങ്ങനെ എന്താകും, അതാണ് ബിമ അൽഹറു മിനൽ കൗലിനെ അവർ പ്രകടിപ്പിച്ചൊന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് അവർ പിന്നെന്താവും, പിന്നെ അവർക്ക് കാഫിറുകളാവാലോ ആണെങ്കിൽ. അങ്ങനെ അവർ ഖിയാനത്ത് അങ്ങേ വഞ്ചിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചാൽ, ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബൽ എന്നാൽ അള്ളാഹുവിനെ അവർ വഞ്ചിച്ചിട്ടുണ്ട്, മിൻ ഖബൽ ഇതിൻ്റെ മുമ്പ്, കബല ബദരി ബിൽ കുഫർ ബദറിന് മുമ്പ് കുഫർ കൊണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും സന്ധി ചെയ്തതല്ല അന്ന്, അലസ്തു ബി റബ്ബിക്കും ഖാലു ആമന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അവരെന്താണ് അള്ളാഹുവിനോട് മുമ്പ് വഞ്ചന കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ അങ്ങയോട് വഞ്ചന കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അള്ളാഹുവിനോട് അവർ മുമ്പ് വഞ്ചന കാണിച്ചിട്ടുണ്ട്. ഫഅംകന മിൻഹും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅംകന മിൻഹു അവരിൽ നിന്നും സാധിച്ചു. ഫഅംകന മിൻഹു എന്ന് വെച്ചാൽ കീഴ്പ്പെടുത്തി തരാന്ന്. ഫഅംകന മിൻഹു അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾക്ക് എന്നുള്ള കളയപ്പെട്ടാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കീഴ്പ്പെടുത്തി തന്നു നിങ്ങൾക്കായിട്ട്. ബദരി എവിടെ വെച്ചാണ്, ബദറിൽ വെച്ച്, കത്തിലൻ കൊല്ലലിനാൽ, വാസറൻ അതുപോലെ തടവിലിടലിനാൽ, അള്ളാഹു അല്ലേ വലിയൊരു ശക്തിയെ പരാജയപ്പെടുത്തി മുസ്ലിങ്ങളാകുന്ന ചെറിയ ശക്തിയെ കൊണ്ട്, എന്നിട്ട് ആ മുസ്ലിങ്ങൾക്ക് ഈ കാഫിറുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് അംകന മീനു. ഫൽ യതവഖഉ മിസ്ല ദാലിക ഇൻ ആദു അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ, സൂക്ഷിക്കട്ടെ, മിസ്ല ദാലിക അങ്ങനത്തെ ഒരു സംഗതിയെ, ഇൻ ആദു അവരിനിയും മടങ്ങി പോവാണെങ്കിൽ. അല്ലാഹു അലീമുൻ ബി ഖൽഖിഹി അള്ളാഹു തൻ്റെ സൃഷ്ടികളെ പറ്റിയ ഹക്കീമും ഫീ സുന്നീഹി പ്രവർത്തനത്തിൽ യുക്തിബദ്ധനാണ്. ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വിശ്വസിക്കുകയും പലായനം ചെയ്യുകയും തങ്ങളുടെ സമ്പാദ്യങ്ങളും ശരീരങ്ങളും ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്ത ആളുകൾ, വഹുമുൽ മുഹാജിർ അവരാരാണ്, മുഹാജിറുകളായ സഹാബത്താണ്. വല്ലദീന ആവുൻ നബി സല്ലല്ലാഹു അലൈഹി നബി തങ്ങൾക്ക് അഭയം നൽകിയ ഒരു വിഭാഗം ആളുകൾ, വനസറു സഹായിക്കുകയും ചെയ്ത ആളുകൾ, വഹുമുൽ അൻസാർ അവരാരാണ്, അൻസാറുകളാണ്. അവര് അൻസാറുകളായ ആളുകളാണ്. ഉലൈക ബഅദുഹും ഔലിയാ ബഅദ് അപ്പോൾ ഈ മുഹാജിറുകളും അൻസാറുകളും അവരിൽ ചിലരുടെ എന്താണ്
ഉറ്റ മിത്രങ്ങളാണ്, ആത്മമിത്രങ്ങളാണ്. ഏത് വിഷയത്തിൽ? ഫിൻ നുസ്രത്തി സഹായിക്കുന്ന വിഷയത്തിലും വൽ ഇർസി പരസ്പരം ഇർസി അനന്തരം എടുക്കുന്ന വിഷയത്തിൽ. കാരണം അവർക്കിടയിൽ നിബിധങ്ങൾ എന്തായിരുന്നു? ആഹാത്ത് നടപ്പാക്കുന്നു, പാരസ്പരിക സാഹോദര്യം. ഒരു മുഹാജിറിന്റെ സഹോദരനായിട്ട് ഒരു അൻസാരിനെ നിശ്ചയിക്കുന്നു. അപ്പോൾ അവർ മരിക്കുകയാണെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ അനന്തരമൊക്കെ എടുക്കും. പിന്നെ അതിനൊക്കെ നെസ് ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ. വല്ലദീന ആമനു വലം യുഹാജിറു, വിശ്വസിച്ചു പക്ഷെ എന്തായിട്ടില്ല, പലായനം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ മാലക്കും നിങ്ങൾക്കില്ല, മിം വലായത്തിഹിം അവരുമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദം ഇല്ല, അല്ലെ അവരുമായിട്ടുള്ള ഒറ്റ സൗഹാർദ്ദം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബി കസരിൽ വായു ഹത്തിയ, രണ്ട് കിറാത്തിന്റെ വിലായത്തിയും വലായത്തിയും മനുഷ്യ ഒരു നിലക്കില്ല. അപ്പം ഫലാ ഇർസ ഒരു നിലക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഫലാ ഇർസ ബൈനക്കും നിങ്ങൾക്കിടയിൽ ഒരു അനന്തരവും ഇല്ല, ബൈനഹ നിങ്ങളുടെ അവിടെ ഒരു അനന്തരവും ഇല്ല, വലാ നസീബിലഹു അവർക്കൊരു വിഹിതവും ഇല്ല, ഫിൽ ഖനീമത്തി യുദ്ധാർജിതം മുതൽ. കാരണം അവരെന്ത് ചെയ്യണം? പലായനം ചെയ്യണം എന്നാണ്. അപ്പം മുസ്ലിങ്ങളായിട്ട് ഒരു ഉതിറും കൂടാതെ മദീനയിലേക്ക് പലായനം ചെയ്യാതിരിക്കൽ ശരിയായിരുന്നില്ല ആദ്യകാലത്ത്. ഹത്തായി ഹാജർ ഏതുവരെ അവർ പലായനം ചെയ്യുന്നവിടെ വരെ നിങ്ങൾ തന്നെയാണ്, പക്ഷെ പലായനം ചെയ്താലുള്ള സമ്പൂർണ്ണത എത്തുള്ളൂ. ഹാദ മൻസൂഖ്, എന്തായാലും ഇത് നെസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വ്യാഹ് സൂറ, ഈ സൂറത്തിന്റെ അവസാന ഭാഗമുണ്ട്. വൈനിസ്ഥാൻ സറൂക്കും, ഇനി അവർ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു. ആര്? മുഅ്മിനീങ്ങളാണ്, പക്ഷെ പലായനം ചെയ്തില്ല, മക്കയിൽ തന്നെയാണുള്ളത്. ദീനിന്റെ വിഷയത്തിലായിട്ട് അവരെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഫാലൈക്കും നസ്റു, നിങ്ങളുടെ മേൽ അവരെ സഹായിക്കൽ നിർബന്ധമാണ്. ലഹും അവരെ സഹായിക്കൽ അൽ കുഫാരി കാഫിര്യങ്ങൾക്കെതിരെ. പക്ഷെ കാഫിര്യങ്ങൾക്കെതിരെ എന്ന് വെച്ചാൽ എല്ലാ കാഫിര്യങ്ങൾക്കെതിരെ അല്ല, ഇല്ല അലാ കോമിൻ ഒരു കൂട്ടം കാഫിര്യങ്ങൾക്കെതിരെ, ഒരു കോമ ആയ കാഫിര്യങ്ങൾക്കെതിരെ. അങ്ങനെയുള്ള കാഫിര്യങ്ങളാണോ? എങ്ങനെയുള്ള കോമാണ്? ബൈനക്കും ബൈനഹും, നിങ്ങളുടെ അവരുടെ ഇടയിൽ മീസാക്ക് ഉടമ്പടിയുണ്ട്, കരാറുണ്ട്, അഹദിൻ കരാറുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഫലാ തൻസുറൂഹും, ആ മുഅ്മിനീങ്ങളായ എന്നാൽ ഹിജ്റ ചെയ്യാത്ത ആ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യരുത്? സഹായിക്കരുത്. അലൈഹിം, ഈ നിങ്ങൾക്കും അവരുടെ ഇടയിൽ കരാറുണ്ട്, അങ്ങനെ കരാറിൽ ഏർപ്പെട്ട കാഫിര്യങ്ങൾക്കെതിരെ. തങ്കുലു അഹ്ദഹും, അവരുമായിട്ടുള്ള കരാറിനെ നിങ്ങൾ ലംഘിക്കുകയും ചെയ്യരുത്. അതായത് സംഗതി ഇങ്ങനെയാണ്, മക്കയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ മുസ്ലിങ്ങളായിട്ട് പലായനം ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകൾ പല കാഫിര്യങ്ങൾക്കും എതിരെ സഹായം അഭ്യർത്ഥിച്ചു ദീനിന്റെ പേരിലായിട്ട്. എന്നാൽ ചില കാഫിര്യങ്ങൾക്കെതിരെ സഹായം അഭ്യർത്ഥിച്ചാൽ അവരെ സഹായിക്കാൻ പാടില്ല. കാരണം ആ കാഫിര്യങ്ങളും മുസ്ലിങ്ങളും ചിലപ്പോൾ സന്ധി ഉണ്ടാകും. സന്ധിയിൽ ഏർപ്പെട്ട കാഫിര്യങ്ങൾക്കെതിരെയാണ് അവർ സഹായം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ അത് സഹായിക്കാൻ പാടില്ല. കാരണം അവരായിട്ട് കരാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ കാഫിര്യങ്ങൾക്കെതിരെ അവരെ സഹായിക്കുകയും ചെയ്യരുത്, കാഫിര്യങ്ങളുമായുള്ള കരാറിനെ ലംഘിക്കുകയും ചെയ്യരുത്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു കാണുന്നുണ്ട്. വല്ലദീന കഫറു ബാലുഹും ഔലിയാ ബാൽ, ഇനി കാഫിര്യങ്ങളായ ആളുകൾ അവർ ചില ആളുകളുടെ സഹായികളാണ്. ഫിന്നുസ്രത്തി, സഹായത്തിന്റെ വിഷയത്തിൽ ഉറ്റമിത്രങ്ങളാണ് അവർ. ഔലിയ ഉറ്റമിത്രങ്ങളാണ്. അല്ലെ ഇർസി അനന്തരത്തിന്റെ വിഷയത്തിൽ പല ഇർസ ബൈനക്കും ബൈനവും, അവർക്കിടയിലാണ് ആ സൗഹാർദ്ദവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കാഫിര്യങ്ങളുടെയും നിങ്ങളുടെയും കാഫിര്യങ്ങളുടെ ഇടയിൽ ഒരു ഇർസവും ഇല്ല, ഒരു അനന്തരവും ഇല്ല. അപ്പം അവർക്ക് മനസ്സിലായി, ഒരു കാഫറായ വാപ്പ ഭരിച്ചാൽ മുസ്ലിമായ ഒരാൾക്ക് എടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ കാഫറായ മുസ്ലിമായ വാപ്പ ഭരിച്ചാൽ കാഫറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുക്കാൻ പറ്റൂല. ഹദീസ് കൃത്യമായിട്ടുണ്ട്. ഇല്ലാ തഫ്അലൂഹു തഖൂമു ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾ അതിനെ ചെയ്യാത്ത പക്ഷം. ഐ തവല്ലിൽ മുസ്ലിമീന വ കം ഇൽ കാഫിരി വ കം അൽ കാഫിരി. ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾ അതിനെ ചെയ്യാത്ത പക്ഷം എന്ന് വെച്ചാൽ ഐ തവല്ലിയൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുമായിട്ടുള്ള ആ നല്ല തവല്ലി അഥവാ നല്ല സൗഹാർദ്ദം. അതുപോലെ തന്നെ കാഫിര്യങ്ങളുമായിട്ടുള്ള എന്താണ് ആ ഒരു എന്താ പറയുക, കമ്മിന് പല മാനയുണ്ട്. കീഴ്പ്പെടുത്തുക, അവരോട് ശത്രുതയിൽ കഴിയുക എന്നൊക്കെ പറയാം. കീഴ്പ്പെടുത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ കാഫിര്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന വിഷയത്തിലും അതുപോലെ മുസ്ലിങ്ങളെ ഇങ്ങനെ സഹായിക്കുന്ന വിഷയവും അല്ലെ, അത് രണ്ടിനും നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഇല്ലാന്നാണ്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ തക്കൂ ഫിത്ന, ഒരു ഫിത്ന ഉണ്ടാവും. ഫിലറി ഭൂമിയിൽ ഫസാദുൻ കബീർ, വലിയ കുഴപ്പമുണ്ടാവും. ഈ കൂവത്തിൽ കുഫറിന്റെ ശക്തി കൊണ്ട്. വളുഅഫിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ദൗർബല്യം കൊണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ദൗർബല്യം ഉണ്ടാവും, കുഫറിന് ശക്തി ഉണ്ട്. ഇനി വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി, വിശ്വസിക്കുകയും പലായനം ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്ത ആളുകൾ. പിന്നെ വല്ലദീന, അവർ മുഹാജിരിങ്ങളാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നു. വല്ലദീന ആവു നസറു, നബിതകൾക്ക് മുഹാജിറുകൾക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്ത ആളുകൾ, അവരാണ് അൻസാറുകളാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവർ മാത്രമാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ.
ലഹും മഗ്ഫിറത്ത്, അവർക്ക് പാവവചന മോചനമുണ്ട്, വരിസ്ഖുൻ കരീം, മാന്യമായ റിസ്ക്കും ഉണ്ട്, ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഭക്ഷണവും വേണ്ടതും എല്ലാം കിട്ടും, അവശ്യ വസ്തുക്കളൊക്കെയും. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, മിംബാദു, അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം, ഐ ബാദ സാബിഖീന ഇലൽ ഈമാൻ, ഈമാനിലേക്ക് മുൻകടന്ന ആളുകളുടെ ശേഷം, വൽ ഹിജ്റ, ഹിജ്റയിലേക്ക്, ആദ്യം മുസ്ലിങ്ങളാവുകയും പിന്നെ ആദ്യം ഹിജ്റ ചെയ്യുകയൊക്കെ ചെയ്തു കുറേ ആളുകൾ, അവരാണ് സാബിഖീങ്ങൾ. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ എന്നൊക്കെ ഉണ്ടല്ലോ ആ ശേഷമുള്ള സൂറത്തിൽ, തൗബ സൂറത്തിലുണ്ട്. അപ്പോൾ അവരുടെ ശേഷം പിന്നെ വിശ്വസിച്ച ആളുകൾ ഹാജറു വജാഹദു, അവരെന്ത് ചെയ്തു, പിന്നെ ഹിജ്റ വന്നു, ആദ്യം ഹിജ്റ ചെയ്തില്ല പിന്നെ ഹിജ്റ ചെയ്തു, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമര പോരാട്ടത്തിന് ഇറങ്ങി, മഅക്കും, നിങ്ങളോടൊപ്പം, ഫൗലായിക, അവരെന്താണ്, മിങ്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അയ്യുഹൽ മുഹാജിറൂന വൽ അൻസാർ, മുഹാജിറുകളെ അൻസാറുകളെ, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅ്ൾ, പിന്നെയാണ് ഇതുകൊണ്ടാണ് നസ്ഖ് ചെയ്യപ്പെട്ട അനന്തരത്തിൻ്റെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ അവസാനം കൊണ്ട്. ഉലുൽ അർഹാമി, കുടുംബ ബന്ധമുള്ള ആളുകളുണ്ടല്ലോ, ഉലുൽ അർഹാമി, അതായത് ദവുൽ ഖറാബാത്ത്, കുടുംബങ്ങൾ അല്ല കുടുംബ ബന്ധങ്ങളുള്ള ആളുകൾ, ബഅ്ളുഹും ഔലാ ബിബഅ്ൾ, അവർ ചിലരെക്കാൾ ബന്ധപ്പെട്ടവരാണ്, ഫിൽ ഇർസി, അനന്തരത്തിൻ്റെ വിഷയത്തിൽ, മിന തവാറുസി, അന്യോന്യം അനന്തരം എടുക്കുന്നതിനേക്കാൾ, ബിൽ ഈമാനി, ഈമാനിൻ്റെ പേരിലും, വൽ ഹിജ്റ, ഹിജ്റയുടെ പേരിൽ, അൽ മദ്കൂറ, പറയപ്പെട്ട ഹിജ്റ ഉണ്ടല്ലോ മക്കയിൽ നിന്ന് മദീനയ്ക്ക്, ഫിൽ ആയത്തിൽ സ്ഥാപിക്കത്തിൽ, മുമ്പ് കഴിഞ്ഞ ആയത്തിൽ. അവ ഈമാൻ, മുഅ്മിനീങ്ങളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കുക, മുആഖാത്ത് മുഖേന അനന്തരം എടുക്കുക, മുഹാജിരീങ്ങളായ ആൾ അതിൻ്റെ ഹിജ്റയുടെ പേരിൽ അനന്തരം എടുക്കുക, അത്തരം അനന്തരം എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ബന്ധപ്പെട്ടത് ഇർസിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചില ആളുകളെ, അല്ലെ, ബാലുഹും ഔലാബിബാദ്, ചിലരോട് കൂടുതൽ ബന്ധപ്പെട്ടവരാണ്, ചിലരെക്കാളെന്നല്ല, ചിലരോട് കൂടുതൽ ബന്ധപ്പെട്ടവരാണ് കുടുംബക്കാരാകുമ്പോൾ. അപ്പം മറ്റേതൊക്കെ നസ്ഖ് ചെയ്തു. ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ, ഏത്, അൽ ലൗഹിൽ മഹ്ഫൂദിൽ അങ്ങനെയുള്ളതെന്ന്. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാത്തിനെ പറ്റി എന്താണ്, വിശാലമായി അറിയുന്നവരാണ്. വമിൻഹു, അതിൽപ്പെട്ടതാണ് ഹിക്മത്തുൽ മീറാസി, അനന്തരത്തിൻ്റെ യുക്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതോടുകൂടി സൂറത്തു അൻഫാൽ കഴിഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.